തൃക്കരിപ്പൂരിൽ നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സർവേകളിലൊന്നും യു ഡി എഫിന് അനുകൂലമായിരുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ്. നിങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെ സർവേകളിൽ കേരളവും യു ഡി എഫിന് അനുകൂലമായിരുന്നില്ലല്ലോ പലതിലും. നിങ്ങളെപ്പോലെ ഞങ്ങളും ജനങ്ങൾക്കിടയിൽ താഴെ തലത്തിൽ പ്രവർത്തിക്കുന്നവരും അവരുമായിട്ട് അഭിമുഖീകരിക്കുന്നവരൊക്കെയാണ്. ജനങ്ങളുടെ പൾസ് നമുക്ക് മനസ്സിലാകും. തൃക്കരിപ്പൂരിൽ അതൊരു ഇടത് കോട്ടയാണെന്നുള്ളതൊരു വ്യാജ നറേറ്റീവാണ്, ഒരു ഫേക്ക് നറേറ്റീവാണെന്നുള്ളത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു. അത് ആ നറേറ്റീവ് പൊളിക്കാൻ സാധിക്കും, അത് പൊളിക്കും എന്ന് ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ ആ മണ്ഡലത്തെക്കുറിച്ച് എനിക്ക് ആ മണ്ഡലമാണ് മത്സരിക്കാൻ വേണ്ടി പാർട്ടി അനുവദിച്ചപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ഡാറ്റ അനലൈസ് നടത്തി, ഒരു ഡാറ്റ മൈനിങ് നടത്തിയിട്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. വളരെ കുറച്ച് സമയമാണ് കിട്ടിയിരുന്നെങ്കിൽ പോലും അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് വളരെ മൈക്രോ ലെവലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രാറ്റജൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കാൻ കഴിയുന്ന, യു ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ല, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു സന്നിഗ്ധാവസ്ഥയിൽ എന്നെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ച് ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു കുടുംബവും ഒരു പ്രസ്ഥാനവുമാണ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതാന്ത്യം വരെ എനിക്കത് മറക്കാൻ കഴിയില്ല. ആ കടപ്പാട് നന്ദിയും മറക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ, എൻ്റെ എല്ലാ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, ഓരോ ഘട്ടത്തിലും തീർച്ചയായിട്ടും ഞാൻ വന്ന്, അന്ന് ഓർമ്മയുണ്ടാവും, നിങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നയാളാണ്. ഒരു 1.5 വർഷം മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്ന് കയറുന്ന ദിവസം, ഞാൻ ഈ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസവും പ്രതിസന്ധിയും നേടുന്നൊരു സമയത്താണ് വന്ന് കയറുന്നത്. അന്ന് ഒരു പക്ഷേ അവർക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താമായിരുന്നു, പക്ഷേ എന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അന്നാ ചേർത്ത് പിടിച്ചത് ഇന്നും ഉണ്ട്. എനിക്ക് വേണ്ടിയിട്ട് തങ്ങൾ ഇവിടുന്ന് തൃക്കരിപ്പൂരിൽ വന്ന് പ്രചരണം നടത്തി. സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ വന്നു, മുനവർ അലി തങ്ങൾ വന്നു, ബഷീർ തങ്ങൾ വന്നു. അവരെല്ലാവരും വന്ന് അവിടെ പ്രചരണം നടത്തിയതിൻ്റെയൊക്കെ ഗുണഫലം അവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാത്സല്യവും ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും തൃക്കരിപ്പൂരിൽ ഉണ്ടായിരുന്നു. വലിയ പിന്തുണയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ നൽകിയിട്ടുള്ള പിന്തുണയും കരുതലും ഉണ്ട്. അതിൻ്റെ ഇനിയിപ്പോൾ എനിക്ക് ജീവിതാവസാനം വരാൻ നന്ദിയും കടപ്പാടുണ്ട്. നോക്കൂ, ഞാൻ ഈ കാര്യത്തിൽ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളതിനെ അരികും ഒക്കെ കട്ട് ചെയ്തെടുത്ത് വക്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള വിധത്തിലൊക്കെ നിങ്ങളത് പുറത്ത് വിടും. എന്നിട്ട് അത് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ ഞാൻ കുറേ കാലം അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെറിയൊരു കാര്യം പറയും, നമ്മളൊരു കാര്യം പറയും, ചിലപ്പോൾ ഞാൻ വേറൊരാളെ കോട്ട് ചെയ്ത് പറഞ്ഞായിരിക്കും, പക്ഷേ പുറത്ത് വരുന്നത് എന്തായിരിക്കും, ഞാനത് പറഞ്ഞു എന്നായിരിക്കും. ഇതൊക്കെ എന്താണ് പറഞ്ഞത് എന്ന് സംബന്ധിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. എന്നെ സംബന്ധിച്ചോളം, വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചോളം, എന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ കടപ്പാടും നന്ദിയും ഉള്ളതാണ്. അത് നേരിട്ട് വരേണ്ടത് എൻ്റെ ബാധ്യതയാണ്.